യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. പാതകൾ നേരെയാക്കുക. വളഞ്ഞ വഴിയിലൂടെയാണ് പലരും ജീവിക്കുന്നത്. നിന്റെ പാതകൾ നേരെയാക്കണം. വളഞ്ഞ വഴികൾ അവസാനിപ്പിച്ച് നേരായ പാതയിലേക്ക് കടന്നു വരണം. താഴ്വരകൾ നികത്തപ്പെടും. താഴ്വരകൾ നികത്തപ്പെടും. നമ്മുടെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ ശൂന്യത, വെറുപ്പ്, വിദ്വേഷം, അശുദ്ധിയെല്ലാം നീക്കപ്പെടണം. താഴ്വരകൾ നികത്തപ്പെടണം. ദൈവ സ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. കുന്നും മലയും നിരത്തപ്പെടും. ഹൃദയത്തിന്റെ ഉള്ളില് കുന്നും മലയും ഒക്കെ ഉണ്ട്. അഹങ്കാരത്തിൽ ഉയർന്നു നിൽക്കുകയാ, അഹന്തയിൽ ഉയർന്നു നിൽക്കുകയാ, ഞാനെന്ന ഭാവത്തിൽ ഉയർന്നു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകൾ ഒരുപക്ഷെ ഇവിടെയും ഉണ്ടായിരിക്കാം. കുന്നും മലയും ഒക്കെ നിരത്തപ്പെടണം. കർത്താവിന് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു വരാൻ വളഞ്ഞ വഴികൾ നേരെ ആക്കണം. വളഞ്ഞ വഴികൾ, ജീവിതത്തിലെ വളഞ്ഞ വഴികൾ നേരെയാക്കണം. വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ക്രിസ്ത്യാനിയാണ്, പക്ഷെ ക്രിസ്ത്യാനിയായിട്ടല്ല ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ വചനമനുസരിച്ചല്ല ജീവിക്കുന്നത്. സാക്ഷ്യത്തിന്റെ ജീവിതമേ ഇല്ല. വളഞ്ഞ വഴികളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളഞ്ഞ വഴികൾ നേരെ ആക്കണമെന്ന് സ്നാപകൻ വിളിച്ചു പറയുക. പരുപരുത്തവ മൃദുവാക്കപ്പെടും. പരുപരുത്ത ഹൃദയത്തിന്റെ ഉടമകൾ, കടുപ്പമുള്ള ഹൃദയത്തിന്റെ ഉടമകൾ, പാപം ചെയ്ത് മനസ്സാക്ഷിയുടെ സ്വരം പോലും ഗ്രഹിക്കാൻ പറ്റാത്ത കടുപ്പമുള്ള ഹൃദയത്തിന്റെ ഉടമകൾ. എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം നിനക്ക് ഞാൻ നൽകും. ശിലാഹൃദയം, പാറ പോലെയുള്ള ഹൃദയം, പാപം ചെയ്ത് ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്ത് കടുപ്പമായ ഹൃദയങ്ങൾ, പരുപരുത്ത ഹൃദയങ്ങൾ, അത് മാറ്റപ്പെടണം. മാംസലമായ ഒരു ഹൃദയം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. എല്ലാവരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയിലേക്ക് കർത്താവ് വിളിക്കുക. ദൈവരാജ്യത്തിലേക്ക് കർത്താവ് നമ്മളെ എല്ലാവരെയും വലിയ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റുവാങ്ങിയ പത്രോസിന്റെ ആദ്യ പ്രസംഗം 2-ാം അധ്യായം 37-38 വചനങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പത്രോസ് എന്താ പ്രസംഗത്തിൽ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പശ്ചാത്തപിക്കുവിൻ. എന്താ പറഞ്ഞത്? ആ വാക്കൊന്ന് പറഞ്ഞേ. അവർ ഹൃദയം നുറുകിയിട്ട് വന്ന് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറയാ, നിങ്ങൾ പശ്ചാത്തപിക്കണം, പാപം ഉപേക്ഷിക്കണം. യേശു പ്രസംഗിച്ചതും സ്നാപകൻ പ്രസംഗിച്ചതും പത്രോസ് പ്രസംഗിച്ചതും തുടക്കമിത. അടിസ്ഥാനപരമായിട്ട് ഹൃദയ പരിവർത്തനം, മാനസാന്തരം ഉണ്ടാകണം. പാപത്തിന്റെ വഴികൾ വിട്ട് ദൈവരാജ്യത്തിനുള്ളിൽ പ്രവേശിച്ച് ദൈവരാജ്യ നിയമം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് അനുഗ്രഹിച്ച് 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 ഉയർത്തും. ഹല്ലേലൂയ, ഒരു സംശയമില്ല. അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മളെല്ലാവരും പാപികളാണ്.
ചെയ്യുന്ന ഗൗരവമേറിയ ചില പാപത്തിന്റെ മേഖലകൾ ഞാനിത് പങ്കുവെക്കുകയാണ്. അനുദപിക്കുകയും നന്നായിട്ട് നിങ്ങൾ കുമ്പസാരിക്കാനൊക്കെ മനസ്സ് കാണിക്കണം. എല്ലാ പാപവഴികളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ദൈവത്തിന്റെ 10 കൽപ്പനകളിൽ എല്ലാ കൽപ്പനകൾ ലംഘനങ്ങളും പ്രശ്നമാണ്. ഏത് കൽപ്പന ലംഘിച്ചാലും അതിൻ്റെതായ തകർച്ചയുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് 1-ാം പ്രമാണത്തിന്റെ ലംഘനം, 2 6-ാം പ്രമാണത്തിന്റെ ലംഘനം, 5 കൊല്ലരുത്, വ്യഭിചാരിച്ചരുത്, കൊല്ലരുത്, അന്യദൈവങ്ങളെ ആരാധിക്കരുത്, മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് 4-ാമത്തെ പ്രമാണം, 5 കർത്താവിൻ്റെ അഭിഷിക്തരുടെ കണ്ണുനീര്. ഈ 5 പാപത്തിന്റെ മേഖലകളിൽ വ്യക്തികൾ വീണിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ തകർച്ച ഉറപ്പാണ്. മാറ്റമില്ലാത്ത കാര്യമാണ്. ഇത് എൻ്റെ വർഷങ്ങളായിട്ടുള്ള ധ്യാന അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. ഈ 5 മേഖലയിൽ പാപത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ, തകർച്ച വന്നിരിക്കും, അടിക്കടി പരാജയം വന്നിരിക്കും, പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ 5 മേഖലയെക്കുറിച്ച് പ്രത്യേകം നിങ്ങൾ ധ്യാനിച്ച് മാനസാന്തരപ്പെടണം, ആ വഴികൾ ഉപേക്ഷിക്കണം. അതിൽ 1-ാമത്തെ കാര്യം ഇതാണ്, അന്യ ദൈവ ആരാധന. എത്രയോ പേരാണ് ഇങ്ങനെയൊക്കെ 1-ാം പ്രമാണ ലംഘനത്തിനെതിരായിട്ട് പോകുന്നത്. അന്യദൈവങ്ങൾക്ക് നേർച്ച കൊടുക്കുന്നവരും അതൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നിയമാവർത്തനം 18:9-14 വരെ വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശനികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രപ്രയോഗക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. ഈ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശനികരെ സേവിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഭവിച്ചിട്ടില്ല. മന്ത്രവാദികള്, ജ്യോത്സ്യന്മാര്, പ്രാശനികര്, ഇവരെ ഒരിക്കലും കാണാനായിട്ട് കർത്താവ് ആരെയും അനുവദിച്ചിട്ടില്ല. ഉണ്ട് ഒരു കാരണവശാലും കത്തോലിക്ക വിശ്വാസികള് കുട്ടിച്ചാത്തൻ സേവക്കാരനെടുക്കല്, മന്ത്രവാദിയെടുക്കല്, മറ്റുള്ള അങ്ങനെയുള്ളതായ അന്യദൈവങ്ങളുടെ പിന്നാലെ ഒരിക്കലും പോകാനായിട്ട് പാടില്ലെന്ന് ദൈവവചനം കർശനമായിട്ട് നമ്മോട് പറയുകയാണ്. ഉണ്ട് ഈ വഴിയിലൊക്കെ, ഈ മാർഗത്തിൽ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിൽ നിർബന്ധമായിട്ട് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. ഇത് ഏറ്റുപറയേണ്ട ഗൗരവമേറിയ പാപമാണ്. സങ്കീർത്തനം 16:4 അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. അന്യ ദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കും. അന്യദേവന്മാരെ പിന്നാലെ പോകരുത്, അവരെ ആരാധിക്കരുത്, കുമ്പിടരുത്, നേർച്ച കാഴ്ച കൊടുക്കരുത്. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കുകയില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കത്തില്ല. അന്യദൈവങ്ങൾക്ക് രക്തം കൊണ്ടുള്ള പാനീയബലി, കോഴിയെ വെട്ടുന്നു, അങ്ങനെ പല പരിപാടികൾ പലർക്കുമുണ്ട്. അതൊന്നും ചെയ്യാനുള്ള രക്തബലി കൊടുക്കാൻ പാടില്ല. ഞാൻ അവിടെ നാമം ഉച്ചരിക്കത്തില്ല. അന്യ ദൈവങ്ങളുടെ നാമം പോലും നമ്മൾ ഉച്ചരിക്കാനായിട്ട് പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അന്യദൈവ ആരാധനയുടെ പിന്നാലെ, കുട്ടിച്ചാത്തിന്റെ പിന്നാലെയൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തകർച്ച ഉറപ്പാണ്. അതുകൊണ്ട് ആ പോയവരൊക്കെ നിങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ഇനി ഒരിക്കലും അങ്ങനെ വഴിക്ക് പോകത്തില്ലെന്ന് തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. 6-ാമത്തെ പ്രമാണം, വ്യഭിചാരം ചെയ്യരുത്. 1 കൊരിന്തോസ് 5:9 വ്യഭിചാരികളുമായി സംസർഗമരുത്. വ്യഭിചാര ജീവിതം നയിക്കുന്നവരുമായിട്ട് സംസർഗം പാടില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. കാരണം അവരിൽ പ്രവർത്തിക്കുന്ന ആ സ്പിരിറ്റ്, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ്, അവരോട് സഹകരിച്ചാൽ അതിൻ്റെ സ്വാധീനം നമ്മളിലേക്ക് ഉണ്ടാകും. ആ ഒരു പാപത്തിന്റെ സ്വാധീനം. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് പാടില്ല. 1 കൊരിന്തോസ് 5:11 പറയുന്നു, പ്രത്യുത നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിയോ, അത്യാഗ്രഹിയോ, വിഗ്രഹ ആരാധകനോ, പരദൂഷകനോ, മദ്യപനോ, കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. കണ്ടോ, കള്ളൻ, മദ്യപാനി, വ്യഭിചാരികള്, സ്വർഗഭോഗി, വിഗ്രഹാരാധകൻ, അസാൻമാർഗികൾ,
ഇവരുമായിട്ടുള്ള സംസർഗം പാടില്ല, അവരുമായിട്ടുള്ള കൂട്ടുകെട്ടിന് പോവരുത്. ചൂട് ഗൗരവമായിട്ട് അപ്പോസ്തലൻ പറയുന്നു, അവരും ഒരുമിച്ച് ഭക്ഷണം പോലും കഴിക്കരുത്. മദ്യപാനികളെ വ്യഭിചാരികളെ ഒക്കെ നമുക്ക് സ്നേഹിക്കാം, അവർ ദൈവത്തിന്റെ മക്കളാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുതെന്ന് വചനം പഠിപ്പിക്കുക. കാരണം എന്താണ്? ആ കൂട്ടുകെട്ട ബന്ധം നിന്നെയും അതേ പാപത്തിലേക്ക് നയിക്കും. സ്പിരിറ്റ് ഓഫ് അഡൽട്ടറി, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ്. ഹോസിയയുടെ പുസ്തകത്തില് നമ്മൾ ആ വചനം വായിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തില് ഹോസിയ 5:4 പറയുന്നത്, തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. ഇസ്രായേലിന്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. അവർക്ക് കർത്താവിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. കാരണം അവരിലൊരു സ്പിരിറ്റ് ഉണ്ട്, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് ഉണ്ട്. അവർക്ക് കർത്താവിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഈ വ്യഭിചാരത്തിന്റെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുക. ഇങ്ങനൊരു സ്പിരിറ്റ് ഉണ്ട്, വ്യഭിചാരത്തിന്റെ ആത്മാവ്. ചില വ്യക്തികളിൽ ഇത് കൂടിയിട്ടുണ്ട്, ആണിലും പെണ്ണിലും ഒക്കെ ഉണ്ട്. വ്യഭിചാരത്തിന്റെ ആത്മാവ് ബാധിച്ചിരിക്കുന്ന പുരുഷന്മാർ വ്യഭിചാരത്തിന് പോകും, സ്ത്രീകൾ വ്യഭിചാരം ചെയ്യും. ഒരുപക്ഷെ പലരും പ്രയാസപ്പെടുന്നുണ്ട്, ഞാൻ എത്രയോ തവണ ഈ പാപം ഏറ്റവും കുമ്പസാരിച്ചതാ, പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഈ സ്പിരിറ്റ് ഉണ്ട്. ഈ ആത്മാവ് ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകാതെ ഈ ഒരു പാപത്തിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരിക്കലും വിടുതലില്ല. അത് ചെറുപ്പക്കാരാണേലും മധ്യവയസ്കരാണേലും വൃദ്ധന്മാരാണേലും ഈ സ്പിരിറ്റ് ഉണ്ടോ, ആ പാപം അവർ ചെയ്യും. അവർക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. കാരണം വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. ആ സ്പിരിറ്റ് അവരെ ബന്ധിച്ചിരിക്കുകയാണ്. സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, ബ്ലൂ ഫിലിം കാണുക, നഗ്നത കാണുക, അശുദ്ധ മാസികൾ പുസ്തകങ്ങൾ വായിക്കുക, അശുദ്ധമായ സിനിമകൾ കാണുക, ഇങ്ങനൊക്കെ ചെയ്യുന്ന വ്യക്തികളിൽ ഇതേ സ്പിരിറ്റ്, ഇതേ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഈ തിന്മയുടെ ആത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ ഇത് സ്വഭാവമായിരിക്കും. റോമാലേഖനത്തില് 2-ാം അധ്യായത്തിന്റെ 26 വചനങ്ങൾ, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ സ്ത്രീകള്, പുരുഷന്മാർ സ്ത്രീകളുമായിട്ടുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തി ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. സ്വർഗഭോഗത്തിന് അടിമകളായ പുരുഷന്മാർ, സ്ത്രീകൾ, അവർക്ക് അതിന് ശിക്ഷ കിട്ടുമെന്ന് തന്നെ വചനം പറയുന്നു. സോദോം ഗൊമോറയുടെ മേൽ ദൈവം അഗ്നിയർക്ക് നശിപ്പിച്ചു ചേർത്ത് ഉൽപ്പത്തിയിലുണ്ട്. അവിടുത്തെ ജനങ്ങൾ വ്യഭിചാരികളും സ്വർഗഭോഗികളുമായിരുന്നു. ഈ വിധ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരിത് അവസാനിപ്പിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തില് ഏറ്റവും വലിയ ഒരു പകർച്ചവ്യാധി, കോവിഡിനേക്കാൾ വലിയ ഒരു പകർച്ചവ്യാധി ഉണ്ട്. മൊബൈൽ എന്നൊരു സാധനം കയ്യിലുണ്ട്, ഒരു 90% ആളുകളിലുണ്ട്. ഇതൊന്ന് തുറന്നു കഴിഞ്ഞാൽ മോശമായ സൈറ്റുകൾ ഇഷ്ടം പോലെ. നമ്മുടെ ചെറുപ്പക്കാരും അനേകരും മധ്യവയസ്കരും ഒക്കെ കുത്തിയിരുന്ന് ഇത് തുറന്നിട്ട് ലൈംഗികതയുടെ മ്ലേച്ഛതകളും അശുദ്ധിയും ഒക്കെ കണ്ട് നശിച്ചുകൊണ്ടിരിക്കുക. അനേകം യുവതി യുവാക്കന്മാരും കുട്ടികളും ഒക്കെ ഈ വിധത്തിൽ നശിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ! ഇതൊരു വലിയ വലിയ യാഥാർത്ഥ്യമാണ്. അത്രമാത്രം തിന്മയുടെ പ്രവൃത്തികൾ ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ലൈംഗികതയുടെ അശുദ്ധി എന്ന പാപം ലോകമെമ്പാടും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. നമ്മുടെ ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നിന്റെ ഈ ശരീരത്തെ അശുദ്ധിക്ക്, ആസക്തികൾക്ക്,
ജഡിക പാപങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്, ലൈംഗിക മ്ലേച്ഛതയ്ക്ക് വിട്ടുകൊടുക്കരുത്. സ്വർഗഭോഗം, സ്വയംഭോഗം, വ്യഭിചാരം, ഇതിന്റെ പിന്നാലെ പോകരുത്. നിന്റെ കണ്ണുകൾ കൊണ്ട് നഗ്നതയും അശുദ്ധിയും മൊബൈലിലും ബ്ലൂ ഫിലിമും വെളിച്ചതയും കാണാനായിട്ട് പോകരുതെന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതിലൂടെ സംഭവിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ ആത്മീയ തകർച്ചയും കുടുംബത്തിന്റെ തകർച്ചയും എല്ലാ മേഖലകളിലും തകർച്ചയായിരിക്കും. ഒരിക്കല് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി, ആ സഹോദരി ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു. ആ സഹോദരി വന്ന് എന്നോട് പങ്കുവെച്ചതാണ്. ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ നാട്ടില് ഒരു വ്യക്തിയായിട്ട് പരിചയത്തിലായി, സ്നേഹത്തിലായി. ആ സ്നേഹം തെറ്റായ വഴികളിലേക്ക് പോയി. 2-3 കുട്ടികളുടെ അമ്മയാണ്. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു. ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലായി, അങ്ങനെ ജീവിക്കുകയാണ്. പിന്നീട് പല പുരുഷന്മാരോടൊപ്പം തെറ്റായ പാപകരമായ ബന്ധത്തിൽ ആ സ്ത്രീ ജീവിക്കാൻ തുടങ്ങി. വലിയ തകർച്ചയിലൂടെ ഇന്ന് കടന്നു പോവുകയാണ്. ഭർത്താവ് നാട്ടിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ എന്തോ സൂചന കിട്ടി. അങ്ങനെ ഇവരുടെ മൊബൈല് മേടിച്ച് സെർച്ച് ചെയ്തു, പിടിച്ചു. അവസാനം ഭാര്യയെ തെറ്റുകളെ സമ്മതിച്ചു. പല പുരുഷന്മാരൊക്കെ ഒപ്പം ശരീരം പങ്കുവെച്ച ഭാര്യ അവളെയും 3 കുഞ്ഞുങ്ങളെയും അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു ഈ ഭർത്താവ്. എന്നിട്ട് വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. ഈ സ്ത്രീ എൻ്റെ മുൻപിൽ നിന്ന് പൊട്ടിക്കരയുക. ജീവിതം നഷ്ടപ്പെട്ടു. ഇവള് സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് 3 കുഞ്ഞുങ്ങളെയുമായിട്ട്. ഭർത്താവിന് അവളെ വേണ്ട. കാരണം അവൾ പറയുന്നത് എൻ്റെ തെറ്റാ, ഞാൻ തെറ്റിൻ്റെ വഴിയിൽ പാപത്തിൻ്റെ വഴിയിലൂടെ ജീവിച്ചു. എൻ്റെ മുൻപിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുള്ള ബ്രദറെ, എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമായി. ജഡത്തിന്റെ സുഖം തേടി പോകുന്ന സഹോദരി സഹോദരന്മാർ ഓർത്തുകൊള്ളുക, ഇത് നാശത്തിലേക്കുള്ള പോക്ക. വിവാഹത്തിന് മുൻപ് തന്നെ പാപകരമായ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. എത്രയോ പെൺകുട്ടികളാ വിവാഹത്തിന് മുൻപ് അബോർഷൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കല് ധ്യാനിക്കാമെന്ന ഒരു പെൺകുട്ടി, അവിടെ അപ്പനും അമ്മയും കൂടെ ധ്യാനത്തിന് വന്നിട്ടുണ്ട്. മകളെ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്ക കൊണ്ടുവന്നു. അവള് ബാംഗ്ലൂര് പഠിക്കുകയാണ്, മംഗലാപുരത്ത് പഠിക്കുന്നവള് 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുത്തനുമായിട്ട് ഒരു അക്രൈസ്തവ ലോകിയുമായിട്ട് അവൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചു. 3 തവണ അവള് അബോർഷൻ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കളും ബന്ധുക്കളൊക്കെ പോയി അവളെ ബലമായിട്ട് കൊണ്ടുവന്ന് വീട്ടിലാക്കിയിരിക്കുക. പഠിത്തമൊക്കെ അവസാനിപ്പിച്ചു. നല്ല മിടുക്കിയായിട്ടൊരു പെൺകുട്ടി. 3 അബോർഷൻ കഴിഞ്ഞിട്ടാ അവള് വന്നിരിക്കുന്നത്. 23 വയസ്സ് കാണും. ഒരു മടിയില്ല പാപം ചെയ്യാൻ. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ. വിവാഹത്തിന് മുൻപ് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും അബോർഷൻ ചെയ്യുകയും ചെയ്യുന്ന പെൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് തന്നെ ശാരീരിക ബന്ധം പുലർത്തുന്നു. ഇത് ഗൗരവമേറിയ പാപമോ? വിവാഹത്തിന് മുൻപ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ദൈവത്തിന്റെ വചനമായി പഠിപ്പിക്കുന്നു. അത് വ്യഭിചാരം തന്നെയാണ്. വിവാഹത്തിനു ശേഷം ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്ന ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നത്, അവിശ്വസ്തമായ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് ധാരാളമായിട്ടുണ്ട്. ഭാര്യയെ വഞ്ചിച്ച് മറ്റു സ്ത്രീകളുടെ കൂടെ പോകുന്ന പുരുഷന്മാർ ചെയ്യാൻ പാടില്ലൊരിക്കലും. അങ്ങനെയൊക്കെ ജീവിച്ചാൽ വലിയ തകർച്ച, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തകർച്ച നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും. നിങ്ങളുടെ മക്കളിലേക്ക് ഈ തകർച്ച കടന്നു വരികയും ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. വ്യഭിചാരികളുടെ സന്തതികൾ പക്വത പ്രാപിക്കത്തില്ല. നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിക്കും. ദീർഘകാലം ജീവിച്ചാലും വ്യഭിചാരികളെ ആരും പരിഗണിക്കത്തില്ല. അവരുടെ വാർദ്ധക്യം അപമാനം നിറഞ്ഞതായിരിക്കും. യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല. വചനം എന്താ പറയുന്നത്? വ്യഭിചാരികളുടെ സന്തതികൾ പക്വത പ്രാപിക്കത്തില്ല.
വ്യഭിചാരികളുടെ മക്കൾ പക്വത പ്രാപിക്കത്തില്ല. മക്കൾക്ക് പക്വതയില്ല. വഴിതെറ്റിപ്പോയി കാരണക്കാര് മാതാപിതാക്കന്മാർ തന്നെയാ. കണ്ണുനീരോടെ നിലവിളിച്ചു മാതാപിതാക്കന്മാർ. യൗവനത്തിന്റെ നാളുകളിൽ ചെയ്തു കൂട്ടിയ ജഡിക പാപങ്ങൾ, വിവാഹത്തിനു ശേഷം ചെയ്ത അവിശ്വസ്തയുടെ ജീവിതം, ദൈവസന്നിധിയിൽ കരഞ്ഞു കർത്താവിന്റെ കാലെ വീണു. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ. വ്യഭിചാരിയുടെ സന്തതി പക്വത പ്രാപിക്കത്തില്ലെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റമൊന്നുമില്ല. ഇനി മക്കൾ പക്വത പ്രാപിക്കണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മാതാപിതാക്കന്മാർ കണ്ണുനീരോടെ നിലവിളിച്ചു ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മതി. ദൈവം വിടുതൽ തരും. അത്ര ഗൗരവമാണിത്. വ്യഭിചാരം, സ്വയംഭോഗം, മ്ലേച്ഛ പാപങ്ങൾ, ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്തിരിയണം. ഈ കാലഘട്ടത്തിൽ യുവതലമുറയുടെ ഏറ്റവും വലിയ പാപത്തിൻ്റെ ഒരു മേഖല ഇത് തന്നെയാണ്. യുവതലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ നശിക്കുക. മദ്യപാനം, മയക്കുമരുന്ന്, മറ്റു ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് എത്രയോ കുട്ടികളാണ് നശിക്കുന്നത്. ഹൈസ്കൂളിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നശിക്കുക. ഒരു 2 മാസം മുൻപ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് ഞാൻ വചനം കൊടുക്കുകയാണ്. പനകലച്ചന് ശുശ്രൂഷയ്ക്ക് വിളിച്ചു. ഞാനിങ്ങനെ വചനം കൊടുത്ത് ഹീലിംഗ് പ്രയറൊക്കെ നടത്തി. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരന് എന്നെ കാണാൻ വന്നു. 18 വയസ്സേ ഉള്ളൂ. അവൻ പറയാണ്, എൻ്റെ 7ാം ക്ലാസ് മുതൽ ഞാൻ കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയതാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ കഞ്ചാവ് വലിക്കുക. എൻ്റെ കൂട്ടുകാരുണ്ട്, കഞ്ചാവ് വിൽപ്പന, കഞ്ചാവ് വലിക്കുക, മദ്യപാനം. ഈ 18 വയസ്സുകാരൻ ചെയ്യാത്ത പാപമൊന്നുമില്ല. 10, 40, 50 വയസ്സുള്ള സ്ത്രീകളെടുക്കലാണ് വ്യഭിചാരത്തിന് പോകുന്നത്. ക്രിസ്ത്യാനി പയ്യനാണ്. മ്ലേച്ഛതയുടെ അങ്ങേറ്റത്താണ് അവൻ ജീവിക്കുന്നത്. അവൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ ഡിവൈനിൽ ഒരു ധ്യാനം കൂടി. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. വീട്ടിലും പ്രശ്നക്കാരനാണ്. അവൻ്റെ അപ്പൻ അവനോട് ചോദിച്ചു, ഇനി എന്താ നിന്റെ പരിപാടി എന്താ? അവൻ പറഞ്ഞു, അടുത്ത ആഴ്ചയും കൂടി ഞാൻ ധ്യാനിക്കാൻ പോവുക. 2ാമത്തെ ധ്യാനത്തിൽ വെച്ചാണ് എന്നെ എടുക്കുന്ന ചെറുപ്പക്കാരൻ. വെറും 18 വയസ്സുകാരൻ ഒരു 55 വയസ്സുകാരൻ ചെയ്യാവുന്ന ജീവിതത്തിലെ മ്ലേച്ഛതയും പാപം മുഴുവൻ ചെയ്തിട്ടുണ്ട്. അവൻ പറയാ, എനിക്കൊന്ന് രക്ഷപ്പെടണം ഈ പാപത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം, എനിക്കൊരു ജീവിതം വേണം. എന്നെക്കൊണ്ട് എൻ്റെ മാതാപിതാക്കന്മാരും അടുത്തു കഴിഞ്ഞു. അവൻ പറയാ, എനിക്കൊന്ന് രക്ഷപ്പെടണം, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ വളരെ സ്നേഹത്തോടെ അവൻ്റെ തലയ്ക്ക് വെച്ച് ശരിക്കൊരു വിടുതലും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചു. എത്രയോ പേരാ ഇതുപോലെ യുവാക്കന്മാരെ നശിക്കുന്നു. യുവതികളെ, എത്രയോ പെൺകുട്ടികളാ മയക്കുമരുന്നിന് അടിമകളായിട്ട് ജീവിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുമില്ല, ഹോസ്റ്റലുകളിലൊക്കെ മയക്കുമരുന്ന് കിട്ടും, കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മയക്കുമരുന്നും മറ്റു പാപങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ അനുദപിക്കാം, പ്രാർത്ഥിക്കാം. കളിക്കാൻ പോയത് 8ൽ വെച്ച്. അപ്പോൾ പുഷ് കിട്ടി, ബാക്കിലേക്ക് ഡിസ്ലൊക്കേറ്റ് ആയി പോയി. അപ്പോൾ പിന്നെ കളിക്കാൻ ഇറങ്ങിയിട്ടൊന്നുമില്ല, ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. കൈ ഓപ്പറേറ്റ് എത്ര വർഷമായി? 8ൽ വെച്ച് പറ്റിയത്. ഇപ്പോൾ ഡിഗ്രി 2nd ഇയർ, 5 വർഷത്തോളമായിട്ടുണ്ട്. കുമ്പസാരിച്ചിട്ട് എത്ര ആളായി? വന്ന പിന്നെ കുമ്പസാരിച്ച് എത്ര കാലം കൂടിയാ? അത് 2 മാസം. 2 മാസം കൂടിയോ? നല്ലതായിട്ട് കുമ്പസാരിച്ചോ? ഈശോ സൗഖ്യം തരുമോ? തരും. ഉറപ്പാണോ? ഉറച്ച വിശ്വാസമാണോ? ഹല്ലേലൂയ. ഈ മകന്റെ ഷോൾഡർ ഊരിപ്പോന്നല്ലേ? എത്ര വർഷമായി മോനെ? 5 വർഷത്തോളമായിട്ട് ഊരുന്നതാണ്. ആ കൈ കാണിച്ച് ഇങ്ങോട്ട് നോക്കി എൻ്റെ കണ്ണിലേക്ക്. ഈ ഷോൾഡർ ഇനി ഊരത്തില്ല കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരത്തില്ല. യേശു തൊട്ട് കഴിഞ്ഞു. യേശു ജീവിക്കുന്ന കർത്താവാണ്. യേശു ഇവിടെയുണ്ട്. കൈ പൊക്കിക്കേ താത്തേ, പൊക്കിക്കേ താത്തേ, തിരിച്ചു കറക്കിക്കേ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാ സൗഖ്യം നൽകിയത്? ഒച്ചത്തിൽ വിളിച്ച യേശുവേ, യേശുവേ. കൈ തൊട്ട് കറക്കിക്കേ. തിരിച്ച്. സന്തോഷമായി മോനെ? കണ്ണൊക്കെ നിറഞ്ഞു വരുന്നത്. യേശുവേ, യേശുവേ, നീ മാത്രം ഉന്നതൻ. യേശുവേ, യേശുവേ, നീ മാത്രം രക്ഷകൻ.